നമ്മുടെ അവിയൽ ശരിയായി. നമ്മുടെ പാവയ്ക്ക അവിയൽ റെഡി ആയിട്ടുണ്ട് ഇവിടെ കേട്ടോ. ഇതിനകത്ത് പിന്നെ ഞാൻ അറിയാമല്ലോ അതിൻ്റെ പാകത്തിന്. ഇതാണ്ട് ഇങ്ങനെ വെള്ളം, ഇതിലെങ്ങനെ വെള്ളം നിൽക്കണ്ട കേട്ടോ. കണ്ട, വെള്ളം നിൽക്കണ്ട, ചെറിയൊരു നീരായിട്ട്. ഇതിന് പക്ഷേ ശരിക്കും തൈരായിരുന്നു നല്ലത് കേട്ടോ. തൈരും, നല്ല കട്ട തൈരും തക്കാളി, ഇച്ചിരി തക്കാളിയും കൂടെ ചേർക്കണം. കട്ട തൈരും, പുളിയേക്കാളും അതാ കുറച്ച് കൂടുതൽ നല്ലത് കേട്ടോ. നമ്മുടെ അവിയൽ ഈ പരുവായി. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മുടെ ഈ മുറ്റിയ ചീരത്തണ്ടാണെങ്കിൽ അതൊന്ന് ഉരിക്കണം കേട്ടോ. ഉരിച്ചിട്ടേ വെക്കാവൂ. അതല്ലെങ്കിൽ ഇങ്ങനെ നമ്മുടെ മുരിങ്ങാക്കട ആര് പോലെ കിടക്കും. അപ്പോൾ അത് ചവച്ചിങ്ങനെ വലുവലാന്നെടുക്കും. അപ്പോൾ അത് ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് മുറ്റിയ ചീരത്തണ്ടാണെങ്കിൽ ഒന്ന് വിരിയണം. ചെറുതാണെങ്കിൽ ഇങ്ങനെ ഞാനിട്ടതുപോലെ പീസാക്കി കഷ്ണമാക്കി അതിനെ കീറിയിടാം. പിന്നെ നമ്മൾ ഈ ചീര ഉണ്ടല്ലോ, ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞത് കൊണ്ട് വലുവലാന്ന് കിടക്കുന്നില്ല. അല്ല നമ്മൾ മുഴുവനേ അങ്ങനെ ഇച്ചിരി വലുതായിട്ടാണ് ചീര വേവുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഇടുവാണെങ്കിലേ ഇങ്ങനെ നമ്മൾ അളക്കും വലുവലാന്നിരിക്കും. അത് ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഒന്നൊന്നായിട്ട് നിൽക്കില്ല, മനസ്സിലായോ? പിന്നെ ഇതിനകത്ത് ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാൽ മതി. നമ്മൾ കടുവറുത്ത് ചേർക്കേണ്ട ആവശ്യമില്ല, പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. ചുറ്റിച്ചിരി പച്ച വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ചാൽ മതി. കടുവറുക്കണ്ട, ഇതിന് കടുവറുക്കേണ്ട ആവശ്യമില്ല. കറിവേപ്പില ഇടണ്ട. ഭയങ്കര ടേസ്റ്റാണ്. ഇതുപോലെ വെച്ച് കഴിക്കണം കേട്ടോ, വെച്ച് നോക്കണേ. പിന്നെ നമ്മുടെ ബീറ്റ്റൂട്ട് തോരൻ, ബീറ്റ്റൂട്ടിൻ്റെ കൂടെ ഞാൻ ക്യാരറ്റും കൂടെ ഇട്ടു. അതാണ് ഇത്രയും നല്ലൊരു കളറ്. ബീറ്റ്റൂട്ടും ക്യാരറ്റും കൂടെ ഞാൻ മിക്സിയിലാണ് പൊടിച്ചത് കേട്ടോ. മിക്സിയിൽ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കുകയാണ് ചെയ്തത്, ബീറ്റ്റൂട്ടും നമ്മുടെ ക്യാരറ്റും കൂടെ. പിന്നെ തോരത്തിന് എന്തൊക്കെയാണെന്ന് അറിയാമല്ലോ. അപ്പോൾ പിന്നെ ശരി സഹോദരങ്ങളെ, നമുക്ക് മിക്ക ദിവസവും ബീറ്റ്റൂട്ടാണ് ഇവിടെ തോരൻ. പിന്നെ ശരി സഹോദരങ്ങളെ, ടാറ്റാ. എൻ്റെ എല്ലാ വീഡിയോയ്ക്കും, എൻ്റെ വീഡിയോ എന്ന് നോക്കിയപ്പോൾ എല്ലാം മുറിഞ്ഞ വീഡിയോകളാണ്. എല്ലാം ഒറ്റ വീഡിയോ ആയിട്ട് നീളത്തിൽ പോകില്ല. ഇതുപോലെ 1-2 കഷ്ണങ്ങളായിട്ടാണ് എൻ്റെ വീഡിയോ എല്ലാം വരുന്നത് കേട്ടോ. എൻ്റെ വീഡിയോയ്ക്ക് നിങ്ങളെല്ലാം ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ സഹോദരങ്ങളെ. പിന്നെ എൻ്റെ പിറകെ എന്തെന്ന് വെച്ചാൽ, ഈ തുണ്ട് വീഡിയോ ആയിപ്പോണം എന്തെന്ന് വെച്ചാൽ, എൻ്റെ പിറകെ ആരും ഇങ്ങനെ വീഡിയോ എടുത്ത് തരാൻ ആരുമില്ലല്ലോ. ഞാൻ ഒറ്റയ്ക്ക് നടന്ന് ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ തുണ്ട് വീഡിയോ ആയിപ്പോണത്. എല്ലാം കൂടെ ഒരുമിച്ച് ചേർക്കാനുള്ളതും എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയാണ്. പിന്നെ ശരി സഹോദരങ്ങളെ, ടാറ്റാ. ചോറ് കഴിക്കേണ്ട സമയം ആയില്ലല്ലേ, 12:30 കണ്ട് ആവുകയുള്ളൂ എന്ന് തോന്നുന്നു. എന്നാൽ പിന്നെ ശരി. പിന്നെ ഇന്നലത്തെ മീൻ കറി ഇരിപ്പുണ്ട് ഇവിടെ. എന്നും നമുക്ക് മീൻ കറി തലയ്ക്കും ദോശയും ഇരിക്കും, മീൻ കറി. പിന്നെ ചോറും, പിന്നെ രസം ഇരിപ്പുണ്ട്. രസം 2 ദിവസം കൊണ്ടേ ഇരിക്കുവാണ്. രസം നല്ലതല്ലേ, രസം പഴകും തോറും നല്ലതല്ലേ. അതുപോലെ മീൻ കറി ഒരുപാട് ദിവസം ഇരിക്കാൻ പാടില്ല. ഈ പുളി വയ്ക്കുന്നതുകൊണ്ട് 2-3 ദിവസമൊക്കെ ഇരിക്കും. ഒരു 3-4 ദിവസം ഇരിക്കാൻ പറ്റും, പുളി വയ്ക്കുന്നുണ്ട്. ഇവിടെ മീൻ കറി എപ്പോഴും പുളിയാണ് വയ്ക്കുന്നത്, തേങ്ങ അരച്ചല്ല വയ്ക്കുന്നത്. അപ്പോൾ പിന്നെ ശരി സഹോദരങ്ങളെ, ടാറ്റാ. മറക്കല്ലേ എൻ്റെ വീഡിയോയ്ക്കൊക്കെ ലൈക്ക് ചെയ്യണേ. ടാറ്റാ. ഇതുപോലെ വെച്ച് കഴിക്കണം അവിയൽ കേട്ടോ. പിന്നെന്താണ്. ശരി സഹോദരങ്ങളെ, ടാറ്റാ.